എനിക്കറിയാം ഒരു സ്ത്രീയുടെ ജീവിതം ധന്യമാവുന്ന ഒരു അമ്മയാവുമ്പോഴാണ്. പക്ഷേ ഗർഭകാലത്തെ ശാരീരിക ബുദ്ധിമുട്ടുകളുടെ കൂടെ പണമില്ലാത്തൊരവസ്ഥ വന്നാലോ? എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എന്നാൽ ഇനി അങ്ങനെ ഒന്നും വിഷമിക്കണ്ട. പ്രസവകാല ചികിത്സയും കുഞ്ഞിൻ്റെ ആരോഗ്യ സംരക്ഷണവും ഇനി സർക്കാർ ചെലവിലാണ്. അമ്മയും കുഞ്ഞും പദ്ധതിയിലൂടെ. അമ്മയും കുഞ്ഞും പദ്ധതിയിലൂടെ സർക്കാർ നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ അവകാശമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എനിക്കറിയാം ഒരു സ്ത്രീയുടെ ജീവിതം ധന്യമാവുന്ന ഒരു അമ്മയാവുമ്പോഴാണ്. പക്ഷേ ഗർഭകാലത്തെ ശാരീരിക ബുദ്ധിമുട്ടുകളുടെ കൂടെ പണമില്ലാത്തൊരവസ്ഥ വന്നാലോ? എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. പ്രസവകാല ചികിത്സയും കുഞ്ഞിൻ്റെ ആരോഗ്യ സംരക്ഷണവും ഇനി സർക്കാർ ചെലവിലാണ്. അമ്മയും കുഞ്ഞും പദ്ധതിയിലൂടെ. സർക്കാർ നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ അവകാശമാണ്. ഒരു സ്ത്രീയുടെ ജീവിതം ധന്യമാവുന്ന ഒരു അമ്മയാവുമ്പോഴാണ്. പ്രസവകാല ചികിത്സയും കുഞ്ഞിൻ്റെ ആരോഗ്യ സംരക്ഷണവും ഇനി സർക്കാർ ചെലവിലാണ്. അമ്മയും കുഞ്ഞും പദ്ധതിയിലൂടെ. അമ്മയും കുഞ്ഞും പദ്ധതിയിലൂടെ സർക്കാർ നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ അവകാശമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പ്രസവകാല ചികിത്സയും കുഞ്ഞിൻ്റെ ആരോഗ്യ സംരക്ഷണവും ഇനി സർക്കാർ ചെലവിലാണ്. അമ്മയും കുഞ്ഞും പദ്ധതിയിലൂടെ. ജീവിതത്തിലെ വസന്തകാലത്തിൻ്റെ വരദാനങ്ങളാണ് കുഞ്ഞുങ്ങൾ. എന്നാൽ നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാരാകാൻ പോകുന്ന സാധാരണക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പേടിസ്വപ്നം പ്രസവ ചെലവുകളാണ്. പ്രസവ ചികിത്സ മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും ഇനി സർക്കാർ ചെലവിലാണ്. അമ്മയും കുഞ്ഞും പദ്ധതി. അമ്മയും കുഞ്ഞും പദ്ധതിയിലൂടെ സർക്കാർ നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവ നിങ്ങളുടെ അവകാശമാണ്. പ്രസവ ചികിത്സ മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും ഇനി സർക്കാർ ചെലവിലാണ്. അമ്മയും കുഞ്ഞും പദ്ധതിയിലൂടെ സർക്കാർ നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവ നിങ്ങളുടെ അവകാശമാണ്. അമ്മയും കുഞ്ഞും പദ്ധതിയിലൂടെ സർക്കാർ നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവ നിങ്ങളുടെ അവകാശമാണ്.